അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ തഹജ്ജുദ് മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഞാൻ മൂസാ നബിയുടെ ചരിത്രവും പറയുന്നുണ്ട്. ലൈറ്റ് ഇടാതെയാണ് ഞാൻ സാധാരണ തഹജ്ജുദ് നിസ്കരിക്കാറുള്ളത്. ഇന്ന് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഇട്ടത്. തഹജ്ജുദ് ഞാൻ 4 റക്അത്തായിട്ടാണ് എന്നും നിസ്കരിക്കാറുള്ളത്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് അടുത്ത 2 റക്അത്ത് നിസ്കരിക്കും. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഓതാറുള്ള ദുആകൾ ഓതും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് ഓതുന്നത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. കുറഞ്ഞത് ഞാനൊരു 20 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതാറുണ്ട്. പിന്നെ മറ്റുള്ള ദിക്റുകളും ഓതാറുണ്ട്. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം നിസ്കാരപ്പായിൽ തന്നെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത്. തഹജ്ജുദൊക്കെ കഴിയുമ്പോൾ 4 മണി കഴിയും. അപ്പോൾ ഞാൻ വീണ്ടും കിടക്കും. പിന്നെ ഞാൻ 5:30ക്കാണ് എണീക്കുന്നത്. 5:30 എണീറ്റ് ഫ്രഷൊക്കെ ആയിട്ട് ഞാൻ സുബഹി നിസ്കരിക്കും. പിന്നെ ദുആകൾ ഓതും, ദുആ ചെയ്യും, ദിക്റുകൾ ചൊല്ലും, ഖുർആൻ ഓതും. ഇപ്പോൾ ഞാൻ സൂറത്തുൽ ത്വാഹ ആണ് ഓതുന്നത്. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും വെളുത്തിട്ടൊക്കെ ഉണ്ടാവും പുറത്ത്. ഇന്ന് നല്ല മഴയായിരുന്നു. പിന്നെ ഞാൻ ഇന്നത്തെയും പോലെ രാവിലെ പത്രം എടുക്കാൻ പോവും. പത്രമൊക്കെ എടുത്തിട്ട് പിന്നെ ചായ കുടിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കുപ്പി ഡെക്കറേറ്റ് ചെയ്യുന്ന കാണിച്ചില്ലായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു അതിൽ വയ്ക്കാൻ വേണ്ടി ഒരു പൂ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ നമ്മളെ മനസ്സിൽ ആർക്കെങ്കിലുമൊക്കെ വെറുപ്പോ ദേഷ്യമൊക്കെ കാണത്തില്ലേ? അവർ നമ്മളടുത്ത് എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾക്കോ അല്ലെങ്കിൽ അവർ ചെയ്ത എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറുപ്പ് വരത്തില്ലേ? അങ്ങനെ വെറുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഈ ലോകത്ത് ജീവിക്കുന്നത് ആദ്യമായിട്ടല്ലേ? നമ്മൾ കടന്നു പോണ ഓരോ ദിവസങ്ങളും നമ്മളെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവങ്ങളല്ലേ? ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടിക്കാണെങ്കിലും 8 വയസ്സുള്ള കുട്ടിക്കാണെങ്കിലും 50 വയസ്സുള്ള ഒരാൾക്കാണെങ്കിലും ഓരോ ദിവസവും അവർ ആദ്യമായിട്ട് അനുഭവിക്കുന്നതല്ലേ? നമ്മളിപ്പോൾ നമ്മളെ കാര്യങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോൾ ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പേടിയും എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയൊക്കെ വരൂലേ? അതുപോലെയാണ് മറ്റുള്ള ആൾക്കാരും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവർക്കും ഓരോ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ അവർക്ക് എങ്ങനെ പെരുമാറണമെന്നോ അത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുമോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. പൂവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. ഇന്ന് ഇഡലിയും ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. എനിക്ക് 2 ഇത്ത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എൻ്റെ 2ാമത്തെ ഇത്ത നാളെ ഗൾഫിൽ പോവും. അപ്പോൾ ഇത്താക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉമ്മയിന്ന് ആലങ്ങ ഉണ്ടാക്കിയായിരുന്നു. അതും ഈ വീഡിയോ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞായിരുന്നല്ലോ. യാക്കൂബ് നബിയും മക്കളുമൊക്കെ ഈജിപ്തിൽ വന്ന കാര്യമൊക്കെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈജിപ്റ്റ് ഫറവോമാർ ഭരിക്കാൻ തുടങ്ങി. ഫറവോമാരെല്ലാം പോളിതീസത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു. പോളിതീസം എന്ന് വെച്ചാൽ പല ദൈവങ്ങളും വിഗ്രഹങ്ങളും കല്ലുകളും പൂച്ചകളെ വരെ ആരാധിക്കുന്നവർ ഉണ്ടായിരുന്നു. ഫറവോമാർ യാക്കൂബ് നബിയുടെ പിൻഗാമികളെ വളരെ ശത്രുക്കളായിട്ടും വൈരാഗ്യത്തോടെയും കൂടിയാണ് കണ്ടിരുന്നത്. അവരെ അടിമകളായിട്ട് കാണുകയും പോളിതീസത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി അവരെ ഒരുപാട് നിർബന്ധിക്കുകയും പ്രേരിപ്പിക്കുകയുമൊക്കെ ഫറവോമാർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഈജിപ്തിലെ പുതിയ ഫറോ ആയിട്ട് ഫിറഔൻ എന്നു പേരുള്ള ഒരാൾ നേതൃത്വം ഏറ്റെടുത്തു. ഫിറഔൻ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. യാക്കൂബ് നബിയുടെ പിൻഗാമികളെ ഒരുപാട് ഉപദ്രവിക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഫിറഔൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആകാശത്തിൽ നിന്ന് വലിയ തീഗോളങ്ങൾ വന്ന് ഈജിപ്തുകാരുടെ വീടുകളെല്ലാം നശിക്കുകയും യാക്കൂബ് നബിയുടെ പിൻഗാമികളുടെ വീടുകളൊന്നും നശിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഫിറഔൻ പുരോഹിതന്മാരെയെല്ലാം വിളിച്ചു കൂട്ടി അതിൻ്റെ അർത്ഥം അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യാക്കൂബ് നബിയുടെ പിൻഗാമികളിൽ നിന്ന് ഒരു ആൺകുട്ടി ജനിക്കും. ആ ആൺകുട്ടി കാരണം ഈജിപ്തുകാർ എല്ലാം നശിക്കപ്പെടുമെന്ന്. ഇത് കേട്ട ഫിറഔൻ യാക്കൂബ് നബിയുടെ പിൻഗാമികളിൽ നിന്ന് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം വധിക്കുവാൻ ഉത്തരവിട്ടു. ഈ കാലഘട്ടത്തിലാണ് മൂസാ നബി ജനിക്കുന്നത്.
അള്ളാഹു മൂസാ നബിയെ ഒരു കുട്ടയിലാക്കി നൈൽ നദിയിലൂടെ ഒഴുക്കാൻ മൂസാ നബിയുടെ ഉമ്മാക്ക് പ്രേരണ നൽകുകയും ചെയ്തു. അങ്ങനെ മൂസാ നബിയുടെ ഉമ്മ അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ മൂസാ നബിയെ നൈൽ നദിയിലൂടെ ഒഴുക്കുകയും ചെയ്തു. എന്നിട്ട് മൂസാ നബിയുടെ ഉമ്മ മൂസാ നബിയുടെ സഹോദരിയോട് പറഞ്ഞു ആ കുട്ടയുടെ പിറകെ തന്നെ പോകാൻ. അതുപ്രകാരം സഹോദരി കുട്ടയുടെ പിറകെ പിന്തുടരുകയും ചെയ്തു. മൂസാ നബിയുമായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന കുട്ടയ്ക്ക് അള്ളാഹു വഴികാട്ടിയാവുകയും നദിയിൽ കുളിച്ചു കൊണ്ടിരുന്ന ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവിയുടെ കയ്യിൽ ആ കുട്ട എത്തുകയും ചെയ്തു. ആസിയ ബീവി ഫിർഔനിൽ നിന്നും വളരെ വ്യത്യസ്തയായിരുന്നു. ഒരുപാട് ദയയും കരുണയും ഉള്ളവളായിരുന്നു. ഫിർഔനും ഫിർഔന്റെ ഭാര്യയും ഒരുപാട് വർഷങ്ങളായി കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മൂസാ നബിയെ കണ്ടപ്പോൾ തന്നെ ആസിയ ബീവിക്ക് ഒരുപാട് സ്നേഹം തോന്നുകയും ഒരുപാട് വാത്സല്യത്തോടെ ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തു. ആസിയ ബീവി ഫിർഔനോട് ഈ കുട്ടിയെ വളർത്താൻ അനുവാദം നൽകണമെന്നും നമുക്ക് ഈ കുട്ടിയെ സ്വന്തം മകനെപ്പോലെ വളർത്താമെന്ന് പറയുകയും ചെയ്തു. ഫിർഔന് ആസിയ ബീവിയുടെ ആഗ്രഹം നിരസിക്കാനായില്ല. അങ്ങനെ അവർ ആ കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി വിശന്ന് കരയാൻ തുടങ്ങി. ആസിയ ബീവി അപ്പോൾ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടി ഒരുപാട് സ്ത്രീകളെ വിളിച്ചു വരുത്തിയെങ്കിലും പാല് കുടിക്കാൻ മൂസാ നബി നിരസിക്കുകയും ചെയ്തു. അപ്പോഴാണ് മൂസാ നബിയുടെ പിറകെ വന്ന സഹോദരിയെ ഭടന്മാർ പിടിച്ചുകൊണ്ട് വന്നത്. ബാക്കി ചരിത്രം ഞാനിനി അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനിനി വെള്ളിയാഴ്ച അടുത്ത വീഡിയോ ഇടാം.